ഹലോ ഗൈസ്, ഞാനിപ്പോൾ എവിടെയുള്ള നിങ്ങൾക്ക് അറിയോ? കോഴിക്കോടിന്റെ ഭൂരിഭാഗം പേരും ഇപ്പൊ എവിടെയായിരിക്കും ഉണ്ടാവുക? ലുലു മാളിൽ. അവിടെ തന്നെയാണ് ഇപ്പൊ ഞാൻ. ഹലോ, അപ്പം ഞാൻ കോഴിക്കോട് നമ്മുടെ ലുലു മാൾ ഓപ്പൺ ആയിട്ട് ഒരു ഡേ കഴിഞ്ഞു കേട്ടോ, ഒഫീഷ്യലി ഓപ്പൺ ആയിട്ട്. അതിൻ്റെ പിറ്റേന്ന് ഞാൻ ലുലു മാൾ കാണാൻ വേണ്ടി പോയപ്പം എന്തായാലും ഒരു വീഡിയോ എടുത്തേക്കാം, നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഓപ്പൺ ആയതിൻ്റെ പിറ്റേ ദിവസം കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ പാർക്കിംഗ് ഏരിയയിലെത്തി. ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാളിനേക്കാളും വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ എൻട്രൻസ് ഒരു ഭാഗത്തെ എൻട്രൻസ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്, നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ. പിന്നെ ഇതുവരെയുള്ള ലുലു മാൾസിൽ വെച്ചിട്ട് കോഴിക്കോട് ലുലു മാൾ, ഈ ഒരു ലുലു മാൾ ഏറ്റവും ചെറുതാണ്. പക്ഷേ ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റ് ഇതുവരെയുള്ള എല്ലാ ലുലു മാൾസിനേക്കാളും വലിയ ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ കോഴിക്കോട് ലുലു മാളിൻ്റെ ഉള്ളിലുള്ള ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ പൂവുകളുണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ടുള്ള പൂവുകളുണ്ടായിരുന്നുള്ളൂ, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളതൊന്നും അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കാണുന്നത് ഫൈറ്റർ ഫിഷ് ഉണ്ടല്ലോ, അതിൻ്റെ കളക്ഷൻസാണ്. അത് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ, പല വെറൈറ്റി ഷെയ്ഡ്സിൽ. ഇതിൻ്റെ ഈ ഒരു ഫുൾ ബോട്ടിലടക്കം 199 രൂപ അങ്ങനെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാൻ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇത് ഫിഷിൻ്റെയൊക്കെ സെക്ഷൻ വരുന്നതാണ് കേട്ടോ, ഫിഷ് മീറ്റ് അതിൻ്റെയൊക്കെ സെക്ഷനാണ്. ഇത് പിന്നെ ലിപ് ബാംസിൻ്റെ ഒക്കെ സെക്ഷനാണ്. ലിപ് ബാംസ്, അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ലേ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഫേസ് വാഷ്, വൈപ്പേഴ്സ് ഒക്കെ അങ്ങനെ വരുന്ന സെക്ഷനാണ്. ഇതൊക്കെ ഫുൾ ഫേസ് വാഷസ് ഒക്കെയാണ് നോർമലി മാൾസിലൊക്കെ കാണുന്ന പോലെ തന്നെ. പിന്നെ ഇത് പെർഫ്യൂമിൻ്റെ ഒക്കെ സെക്ഷനാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഈ ഒരു വീഡിയോയിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടല്ലോ, അതൊക്കെ ഉപ്പിലിട്ടതാണ്. ഉപ്പിലിട്ട ഒരുപാട് ഐറ്റംസ്, അച്ചാർ, അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ സ്വീറ്റ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പതിയെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹൈപ്പർ മാർക്കറ്റ് ഫുള്ളായിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മൊത്തം എനിക്ക് അത് കാണിക്കാനേ ടൈം ഉണ്ടാവുള്ളൂ. ഇത് നമ്മുടെ താഴത്തെ സെക്ഷനിൽ നിന്ന് ഇനി മുകളിലോട്ട് കയറാണ്, അതായത് ഫസ്റ്റ് ഫ്ലോറിലോട്ട് നമ്മൾ കയറാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് എത്തുമ്പോൾ തന്നെ ലുലു ഫാഷൻ സ്റ്റോറാണ് വരുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ എല്ലാ ടൈപ്പ് ഓഫ് ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരുന്ന പെർഫ്യൂമിൻ്റെ സെക്ഷൻ വരുന്നുണ്ട്. പിന്നെ വരുന്ന നമ്മുടെ കോസ്മെറ്റിക്സിൻ്റെ ഐറ്റംസ് മൊത്തം വരുന്നുണ്ട്, എല്ലാ ബ്രാൻഡും, റെനേൻ്റെ, അതുപോലെ തന്നെ കളർ ബാർ, പിന്നെ അങ്ങനെ എല്ലാ ബ്രാൻഡ്സും, ഷുഗർ, അങ്ങനെ എല്ലാ ബ്രാൻഡ്സിൻ്റെയും ഐറ്റംസ് വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാൻസി ഐറ്റംസ് ഉണ്ടാവില്ലേ, ജ്വല്ലേഴ്സ്, ക്ലിപ്സ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് കളക്ഷൻസ് ഇതിനുള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. ഒരു ഏരിയയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് സിൽവർ, ഓക്സിഡൈസ്ഡ് സിൽവർ ഇയറിങ്സ് ആട്ടോ വരുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മുടെ ഗോൾഡൻ ഷെയ്ഡിലോട്ട് വരുന്നതാണ്, ഓക്സിഡൈസ്ഡ് ഗോൾഡ് ജ്വല്ലറീസ്. പിന്നെ ബാഗ്സിൻ്റെ സെക്ഷൻ ഹ്യൂജ് സെക്ഷൻ തന്നെയായിരുന്നു. ബാഗ്സ്, പേഴ്സസ് ഒക്കെ വരുന്ന സെക്ഷൻ ഹ്യൂജായിട്ട് കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇത് ഈ ഒരു ഐറ്റംസ് ഒക്കെ കണ്ടോ, ഇത് കുറച്ച് ലക്ഷറിയസ് ആയിട്ട് നമുക്ക് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ബാഗ്സ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരു സെക്ഷൻ ഫുള്ള് ബാഗിൻ്റെ സെക്ഷനാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോകുമ്പം ബോയ്സ് ആൻഡ് ഗേൾസിന് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെക്ഷനാണ് കേട്ടോ, കിഡ്സ് സെക്ഷനാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് വരുന്ന മെൻസിൻ്റെ ഫുഡ് വെയർ കളക്ഷൻസ് ഒക്കെയാണ് കേട്ടോ. അതും ഒരു ഫുൾ സെക്ഷൻ മൊത്തം എല്ലാ ടൈപ്പ് ഓഫ് വരുന്നുണ്ട്. പിന്നെ ഇത് മറ്റേ നമ്മൾ സൈക്കിള്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരിക്കില്ല, അത്. പിന്നെ ഇതൊന്നും ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വോയിസ് ഓവർ എല്ലാത്തിനൊന്നും കൊടുക്കുന്നില്ല. പിന്നെ ഈ കാണുന്നുണ്ടല്ലോ, നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് തന്നെ വീട്ടിലോട്ട് ഡെക്കർ ഐറ്റംസ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഗ്ലാസിൻ്റെ ടൈപ്പ് സംഭവമാണ് കേട്ടോ. ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഒന്നാമത് അവിടുത്തെ ആ ഒരു ലൈറ്റും കൂടി ഉള്ളതുകൊണ്ട് ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളിങ്ങനെ സാരി ഡിസൈൻസിലൊക്കെ ഇങ്ങനത്തെ ഐറ്റംസ് കാണാറില്ലേ, കലങ്കാരി ടൈപ്പ് ഓഫ് സാരിയിലൊക്കെ, അത് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
അങ്ങനെ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ വന്നപ്പം ഈ ഒരു ഹാങ്ങർ ഉണ്ടല്ലോ, ഈ ഫുൾ സെറ്റ് എന്ന് പറയുന്ന ഓണത്തിന് എടുക്കാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ഓഫ് കളക്ഷൻസ് ആയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സസ് വരുമല്ലോ ടീനേജേഴ്സിനൊക്കെ ഇടാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടോയ് സെക്ഷൻ ഉണ്ടായിരുന്നു. ടെഡി ബെയറിൻ്റെ ഒരു ഫുൾ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഏറ്റവും വലിയ ടെഡി ബെയറിന് 2100, പിന്നെ ഡിസ്കൗണ്ട് പ്രൈസ് 30% ഓഫിൽ 1400 ഉണ്ട് കേട്ടോ ആ റെഡ് ടെഡിക്കൊക്കെ. പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് ടോയ് സെക്ഷനാണ് വരുന്നത്. അപ്പോൾ ഇതിനൊന്നും ഞാൻ പ്രത്യേകിച്ച് വോയിസ് ഓവർ കൊടുക്കണം എന്ന് വിചാരിക്കുന്നില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ ഇത് വരുന്ന ഗെയിം സ്പേസ് ആണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമ്മളിങ്ങനെ കറങ്ങി നടന്നു, അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിങ്ങ് പോന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഈ മാള് ലുലു മാൾസിൽ വെച്ചിട്ട് ഏറ്റവും ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, അതിൽ മൾട്ടിപ്ലെക്സ് ഒന്നും വരുന്നില്ല. പിന്നെ ഈ കാണുന്ന ഫുഡ് കോർട്ടാണ് കേട്ടോ. ഇത് ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ താഴോട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഇങ്ങനെ ഹാങ്ങിങ്സ് തൂക്കിയിട്ടിരിക്കുന്ന സംഭവം അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ചിലപ്പോൾ ഓണം വൈബൊക്കെ ആയതുകൊണ്ടായിരിക്കാം അവർ ആ ഒരു പൂക്കളത്തിൻ്റെ മോഡലുള്ളതായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്യാവശ്യം എല്ലാ ഭാഗവും ആളുകളുള്ളത് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ലാസ്റ്റിൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് ഫുൾ പാർക്കിങ്ങിൻ്റെ സ്പേസ് ആണ്. പാർക്കിംഗ് ആണ് ആക്ച്വലി മാളിനേക്കാളും വലിയ പാർക്കിംഗ് ആണ്. ഒരുപാട് വണ്ടികൾക്ക് നിർത്തിയിട്ടാണ് ഒരു ഹ്യൂജ് പാർക്കിംഗ് ഏരിയ ഇവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മാളിൻ്റെ പുറമേ നിന്നുള്ള വ്യൂ ആട്ടോ. നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ പോലെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മടിക്കരുത്. അപ്പോൾ ബൈ.